മുള മുതൽ തേക്ക് വരെ എന്ത് കൊടുത്താലും നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അത് അതേപോലെ ഉണ്ടാക്കി തരുന്ന ഒരാളെ കാണാനാണ് നമ്മളിവിടെ നിലമ്പൂർ വന്നിട്ടുള്ളത്. 88 പീസ് ഉണ്ട് ഈ ഒരു വർക്കിൽ. ഇതൊക്കെ ഓരോരോ പീസ്. ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്. നിലമ്പൂർ തേക്കിൽ തീർത്ത കാട്ടുപോത്ത് അല്ലേ, കാട്ടി. ഇത് 3 ഐറ്റം തേക്കാണ്. വീട്ടിൽ മരമാണ്. ഈ ചെറിയ വര പോലും മരമാണ്. ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് മരമാണ്. നമ്മൾ ഈ സാധാരണ കാണുമ്പോൾ പുള്ളിമാന് തലക്ക് ഇത്ര വലിപ്പം ഉണ്ടാവില്ല. അതിന്റെ അസ്ഥി അടക്കം വരുമ്പോൾ വലിയ മാൻ്റെയാണ്. വീടിന് തന്നെ പേര് മ്യൂസിയം. അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതും പ്ലാവ്, ഇതും പ്ലാവ്, ഇതും പ്ലാവ്. 3 തരം പ്ലാവ്. ഈ ആ പൊത്തുള്ള മരം നമുക്ക് എടുക്കാൻ പറ്റി അതായിരിക്കും ഏറ്റവും കളറുള്ള മരം. പെയിന്റിങ്ങിന് പരിപാടിയേ ഇല്ല. അമേരിക്കൻ സാധനമതി കുറച്ചൊരു ഐറ്റംസ്. ഇതാണ് നമ്മുടെ 1000 മീനുകൾ. 13 തരം. അതാണ് 13 കളർ. ഇതിൽ വേറെ കളറൊന്നുമില്ല. ഇല്ല, ഇതിൽ പെയിന്റിങ് ഇല്ല. ഫുള്ളി പോളിഷ്. ഇത് ഒറിജിനലി നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഗോതമ്പുണ്ടെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ എന്നറിയാം ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ള തേക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് ഒരാളെ കാണാനാണ്. ഇദ്ദേഹം മുള മുതൽ തേക്ക് വരെ എന്ത് കൊടുത്താലും, അതായത് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണോ അത് അതേപോലെ ഉണ്ടാക്കി തരുന്ന ഒരാളെ കാണാനാണ് നമ്മളിവിടെ നിലമ്പൂർ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് തൊട്ട് അപ്പുറത്താണ്. ആദ്യം നമുക്ക് ആളെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളെ തേടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകുമെന്ന് കാണാം. അപ്പോൾ മുഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പക്ഷേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബിച്ചാവ എന്നാണ്. അപ്പോൾ ആ പേരിൻ്റെ പിന്നിലെ കഥയൊക്കെ നമുക്ക് ചോദിക്കാം. ഇതാണ് കക്ഷി മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് ഇവിടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. മുഹമ്മദ് ഇപ്പോൾ ഇത് ഒരു മ്ലാവ് അല്ലേ? മ്ലാവും മാനും. ഇതിൽ ഈ കൊമ്പ് ഫിറ്റ് ചെയ്യണം. കൊമ്പ് ഒറിജിനൽ കൊമ്പ് അവരെടുത്തിട്ടുണ്ട്. മ്ലാവിൻ്റെ ഉണ്ട്, പുള്ളിമാൻ്റെ ഉണ്ട്, കാട്ടിൻ്റെ ഉണ്ട്. പക്ഷെ ആ കൊമ്പ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ഈ സാധാരണ കാണുമ്പോൾ പുള്ളിമാന് തലക്ക് ഇത്ര വലിപ്പം ഉണ്ടാവില്ല. പക്ഷെ അവരുടെ അടുത്തുള്ള കൊമ്പ് അതിൻ്റെ അസ്ഥി അടക്കം വരുമ്പോൾ വലിയ മാൻ്റെയാണ്. ഇതൊക്കെ നിലമ്പൂർ തേക്കാണ്. അതെ, നിലമ്പൂർ തേക്കിൽ ഉണ്ടാക്കിയതാണ്. തേക്ക് പിന്നെ വീട്ടിണ്ട്. പിന്നെ അതുപോലെ കളർ മരങ്ങൾ. ഇതിൽ പെയിന്റിംഗ് ഇല്ല. അതായത് എന്താണോ മരത്തിന്റെ കളറ് അതേ കളറിനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പോളിഷ് ചെയ്യും. പെയിന്റിംഗ് ഇല്ല. നമ്മൾ പഴയ ഈ കൊല്ലന്മാരൊക്കെ ഉണ്ടാക്കുന്ന നാടൻ തോക്ക്. ഇത് ഒറിജിനലി നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഗോതമ്പുണ്ടെന്ന്. ഇതെന്താ മറ്റേ ഇവിടെ വെച്ചുള്ളത് വീട്ടി. പിന്നെ ഇത് ഇരുമ്പിന്റെ പൈപ്പ് തന്നെയാണ്. വെയിറ്റ് പറയുമ്പോൾ ഒരു തോക്കിന്റെ വെയിറ്റ് തന്നെ ഉണ്ട്. ഇത് ഓയിൽ പൈപ്പാണ്, സാധാ പൈപ്പല്ല. ശരി. GI പൈപ്പ് ആകുമ്പോൾ അത്ര വെയിറ്റ് കിട്ടില്ല. നമ്മൾ എടുക്കുമ്പോൾ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓയിൽ പൈപ്പാണ്. തിക്കൻസും കൂടുതലാണ്. ഇത് തേക്കും വീട്ടി. കടിഞ്ഞാൻ. ഇത് തേക്ക് വീട്ടി. പെയിന്റിംഗ് ഒന്നുമില്ല. ഇല്ല, പെയിന്റിങ്ങിന്റെ പരിപാടി ഒന്നുമില്ല. അതായത് ആ മരത്തിന്റെ കളർ അത് അത് നമ്മളൊരു പരസ്യം പോലെ പറയുന്നതും അതാണ്. പെയിന്റിങ് നമ്മൾ പരിപാടിയല്ല. നമ്മളോട് പറയും നിങ്ങൾ കുറച്ച് റേറ്റ് കുറച്ചാൽ ഈ മരം ഏതെങ്കിലും ആയാലും മതിയാണ്. കാരണം ഈ മരം കുറച്ചാലും ഇപ്പോൾ ഈ ഒരു സാധനത്തിന്മേൽ മരം വേറെ എന്തെങ്കിലും ചെയ്താലും കൂടി പോയ ഒരു 1000 റുപ്യ 2000 റുപ്യൻ്റെ മാറ്റം വരുള്ളൂ. അതിൻ്റെ ക്വാളിറ്റി തന്നെ പോവുകയും ചെയ്യും. നമുക്ക് അതിലൊരു പണിയിലൊരു കമ്മി വരുന്നില്ല. തേക്കാണെങ്കിലും മറ്റാണെങ്കിലും ഒന്നും പണിയിൽ കമ്മി വരുന്നില്ല. അപ്പോൾ വിചാരിക്കുക, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ? വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാലേ ഒരു വീടാണ്. ശരി. ഇത് പഴയ വീടായിരുന്നു. പഴയ തറവാട് വീടാണ്. ഇത് കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ അല്ലേ? വിൻഡോസിന്റെ കുറച്ചേ ഉള്ളൂ. നമ്മളതൊക്കെ ഓർഡർ പ്രകാരമാകുമ്പോൾ ഒന്നും ഒരു സ്റ്റോക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇത് നിലമ്പൂർ തേക്കിന്റെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഇത് എന്നിട്ട് ഇതൊക്കെ ഈ കുട്ടികൾക്ക്, മാഷന്മാർക്ക്, ടീച്ചർമാർക്കൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇതിൽ പോകുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം. ശരി. ഇങ്ക് ബോട്ടിൽ ഇതൊക്കെ തേക്കിൽ തന്നെ ചെയ്യുന്നു. ഇങ്ക് ബോട്ടിൽ പല ടൈപ്പ് ഉണ്ട് അല്ലേ? പിന്നെ ഇതൊരു ഗിറ്റാർ ഒക്കെ തേക്കില് ചെയ്യുള്ളൂ. പിന്നെ അതിന്റെ കളറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പോ ആളുകൾ കളർ കൊടുത്താന്നാ പറഞ്ഞാലും വിഷയിക്കില്ല. കോഴി. ഇത് എന്നിട്ട് ചുവന്നാകില്. ഇത് ചുവന്നാകിലാണ് ഇതിന്റെ പൂവ്. കോഴിയുടെ പൂവ് ഒറിജിനൽ കളറാണ്. കാല്, ചെവി, ചുണ്ട് ഇതെല്ലാം വന്നിട്ട് കുമിള്. ഇത് 3 ഐറ്റം തേക്കാണത്. ഇതൊരു ഡാർക്ക്, അതിൻ്റെ കുറച്ചുകൂടി ഇത് കാരണം 3 കളർ വരുന്നത്. കാരണം തേക്ക് തന്നെ ഒരുപാട് കളറുകൾ വരും. ശരിക്കും ഒരു വീട്ടിൻ്റെ ഒക്കെ സൈഡ് വരുന്ന തേക്കിൻ്റെ കളറുണ്ട്. ശരി. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ഇത് വീട്ടി ഫുള്ള്. ഇത് ബേസും വീട്ടി തന്നെ. പിന്നെ ഇതൊരു കോമഡി പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു
അട്ടഹാസമാണത്. അങ്ങനെ നമ്മളങ്ങനെ വായ തുറന്ന് ചിരിക്കുന്നത്. അവര് അങ്ങനെ ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറെ പീസ് ചെയ്തിരുന്നു. അത് ശരി. നിങ്ങൾ ഈ ഒരു ആശാരിപ്പണി പഠിച്ചിട്ടുണ്ടോ ശരിക്കും? ഇല്ല, ഞാൻ പഠിച്ച പണി എന്ന് പറഞ്ഞാൽ ടൈലറിങ് ആണ്. ഇത് ചെറുപ്പം പോലെ ഇങ്ങനെ ചെയ്യും. അത് ചെയ്ത് പിന്നെ കുടുംബത്തിലെ എല്ലാവരും ടൈലർമാരാണ്. അമ്മാവന്മാര്, ജ്യേഷ്ഠൻ, പിന്നെ അങ്ങനെ എല്ലാവരും ടൈലർമാരാണ്. അപ്പോൾ അതൊരു കുലത്തൊഴിലായിട്ട് അതങ്ങനെ പഠിച്ച് പിന്നെ ഇവിടെ നാട്ടിൽ ഇവിടെ നിന്ന് ആദ്യം കട, പിന്നെ ഭയങ്കര 5-8 വർഷം ഭയങ്കര ഉണ്ടായിരുന്നു. അത് ഞാൻ അവിടുന്ന് ഗൾഫിൽ പോയി. ഗൾഫിൽ 25 വർഷം ഗൾഫിലുണ്ടായി. പക്ഷെ അതൊക്കെ നേരം ഇങ്ങനെ വെളുക്കുന്ന സമയത്ത് പോയി 18 വയസ്സ് തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടും പിന്നെ ഇവിടെ കണ്ടിട്ട്, കാരണം ഇതിനൊരു താല്പര്യം ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു സാധ്യത മറ്റുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് ഇതിക്ക് മാറാനുള്ളൊരു പ്രശ്നം വന്ന് പിന്നെ അസ്തമയമായല്ലോ. അപ്പൊ ഇനി ഇതിക്ക് ഇറങ്ങിയില്ല, ഇനി ഒരു അവസരം മനസ്സിലുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റാന്ന് തോന്നി. നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ആയതുകൊണ്ട് നമുക്കറിയാം സാധ്യത. ചെറുപ്പം മുതലേ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഞാൻ ഒരുപാട് വീടിന് തന്നെ പേര് മ്യൂസിയം അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇതൊരു മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മളെ ഈ ഒരു ഇവിടെ അങ്ങോട്ടല്ല, ഇവിടെ തൃശ്ശൂർ കഴിയണം. അപ്പോഴാണ് ഇതിനൊരു സാധ്യതകളുള്ളത്. പിന്നെ ഇപ്പൊ അങ്ങനെ ഇപ്പോ ആശാരിപ്പണി ഇപ്പൊ പഠിച്ചിട്ടില്ല. ആശാരിപ്പണി ഒന്നും പഠിച്ചിട്ടില്ല. ഇത് മനസ്സിൽ തോന്നുന്ന ഒരു സാധനത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു എന്തോ അറിയില്ല, ഒരു അങ്ങനെ ഒരു കൃപ ഉണ്ട്. നമ്മളൊരു മനസ്സിൽ ഐഡിയ വിചാരിച്ച് ചെയ്തു വരുമ്പോ ഏകദേശം അതുപോലെ ആയി വരുന്നുണ്ട്. മനസ്സിൽ എന്ത് തോന്നുന്നത് നമ്മളിപ്പോ ഉണ്ടാക്കും, പറ്റുന്നുണ്ട്, വരുന്നുണ്ട്. നമുക്ക് കാണാം മറ്റു കാര്യങ്ങളൊക്കെ. ഇത് ആമാടപ്പെട്ടി. ഇത് നമ്മുടെ പഴയ ആമാടപ്പെട്ടി അല്ലേ? ഒറിജിനൽ ബ്രാസ് പറയുമ്പോൾ നമ്മള് ഡോറിനൊക്കെ കൊടുക്കൂലേ, ഇതൊക്കെ ഒറിജിനൽ ഒന്നും ആവില്ല. അത് ശരി. പിന്നെ ഇതിനിങ്ങനെ ഉള്ളിലൊരു അറയുണ്ട്. ഇത് ഒരു ക്ലോക്കാണ്. അത് ശരി. സ്റ്റീൽ പൈപ്പാണ്. പിന്നെ അതൊരു യേശുവാണ്. യേശുവിൻ്റെ ഒരു പിക്ചർ ചെയ്തതാണ്. ഇത് നമ്മുടെ യേശു. അതൊക്കെ ദൂരം നിന്ന് കാണുമ്പോഴേ എൻ്റെ ഒരു എല്ലാം തേക്ക് തന്നെയാണ് അല്ലേ? ഒക്കെ തേക്ക് തന്നെയാണ്. ബാക്കിൽ നമ്മളൊരു ഡാർക്ക് പോളിഷ് ചെയ്തിട്ട് അതിൽ കുറച്ച്. മറ്റേതൊരു ഫ്ലവർ വൈസ് അല്ലേ? ഒരു ഫ്ലവർ വൈസിൽ ഇതില് 4 ഐറ്റംമാരുണ്ട്. ഇത് ബീട്ടിയാണ്, തേക്ക്, ഇത് അകില്, കുമിള്, അങ്ങനെ 4 ഐറ്റം. 4 മരം ഉണ്ടോ അതില്? അതാണ് 4 കളറ്. അതെ. ഇത് ബാംബു ഷീറ്റാണ്. ഓക്കെ. മുഖ്യമന്ത്രി അമേരിക്കൻ സ്ഥാനപതിക്ക് കൊടുത്തൊരു ഐറ്റം. ഇതിൽ സ്പൈസസ് അരച്ചിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതിങ്ങനെ ടേബിളിലും വെക്കാം. പെയിന്റ് ഒറിജിനൽ പെയിന്റ് ആണ്. ഒറിജിനൽ നമ്മൾ പെയിന്റ് അടിച്ച പൊടി പിടിച്ച് പെയിന്റ് സാധാ പെയിന്റിംഗ് അല്ല, ഇതിങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈപ്പ്. ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കും. ഏറ്റവും ചുരുങ്ങിയത് 20 പാരെങ്കിലും അകലെ നിൽക്കണം. അപ്പേ ഇപ്പൊ ഇതിനെ അറിയുമ്പോ മുൾക്കിരീടം. മൊബൈലിൽ നോക്കുമ്പോ മനസ്സിലായി. ഇത് കാല്, കൈ, ഇത് മുൾക്കിരീടം, താടി, മുഖം, പുരുഷന്റെ വരുന്നത്. കുറെ ദൂരം നോക്കുമ്പോ അത് കിട്ടുള്ളൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? ഇത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ടൈമില് ഒരുപാട് ഐറ്റം ഉണ്ടാക്കിനി. നെയ്മർ, മെസ്സി, റൊണാൾഡോ, അങ്ങനെ കുറെ ഉണ്ടാക്കി. അതിലൊന്നും അങ്ങനെ ബാലൻസ് വന്നതാണ്. ഇത് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വെറൈറ്റി മോഡൽ ചെയ്തിട്ടുണ്ട്. ഈ ഗൾഫിലേക്ക് ദുബായിൽ ഇത് അവരെ ദേശീയ ഫാൽക്കൺ. ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ലീവിൽ വന്ന് പോണോല് പിന്നെ പ്രൊഫസർമാരെ അവരെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിന്റെ ഒരുപാട് വെറൈറ്റി ചെയ്തിട്ടുണ്ട്. ഇത് 2 മരത്തിലാണ് ചെയ്തത്. 2 മരം, 2 അല്ല 3 മരം. ഈ കണ്ണിൻ്റെത് വന്നിട്ട് വീട്ടി. ഇത് ഇരുളാണ്. കാരണം ഇരുൾ പറയുമ്പോൾ ഇതിന്റെ ചുണ്ട് വരുന്നത് ബ്ലാക്ക് അല്ല വരുന്നത്. അപ്പോൾ ഈ ഇരുളിന് ഈ ഇത്രയും ഡാർക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റെഡ് മിക്സിങ് വരും, ഒരു സൈഡ് വരും ഇതിന്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇരുള് വീട്ടി, ഇത് കംപ്ലീറ്റ് തേക്ക്. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത് CNC ചെയ്താണ് തോന്നും. ഇതിൽ 88 പീസ് ഉണ്ട് ഈ ഒരു വർക്കിൽ. 88 പീസ്. ഇതൊരു പീസ് കണ്ടോ? ഇതൊക്കെ ഓരോരോ പീസ്. ഈ കണ്ണിന്റെ ഉള്ളിൽ ഇതൊരു പീസാണ്, ഇതൊരു പീസാണ്, ഇതിങ്ങനെ പീസ്. ഇതൊക്കെ ഓരോരോ പീസുകളാണ്. ഇത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വെച്ചാൽ അതിങ്ങനെ പീസ് വർക്കാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് CNC ആണ്, നിങ്ങൾ വെറുതെ പറയാന്ന് പറഞ്ഞു. ഇത് പീസ് കംപ്ലീറ്റ് ബാക്കിൽ നമ്മളൊരു ഷീറ്റ് വെച്ചിട്ട്. ഇതൊക്കെ ഇവിടെ തന്നെയാണ് കടഞ്ഞെടുക്കുന്നത്. മിഷനറി ഉപയോഗിച്ച് നമ്മൾ പിന്നെ
ഈ ജിപ്സോയിൽ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് നമ്മൾ സാൻഡറിൽ ഉരുട്ടിയിട്ട് പിന്നെ പേപ്പർ വർക്കാണ്. ഞാൻ പറയാം, ആ ഒരാൾ ചെയ്യണതിന് ഇവിടെ ഒരു 10 ആളെന്നെങ്കിലും പോളിഷ് ചെയ്യാണ്ട്. ഈ ഓരോ പീസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഡിഷാണ് നമ്മൾ ചായ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രേ പോലെ. ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ട് വേറൊരു ഐറ്റാട്ടോ. നമ്മുടെ ഇങ്ക് ബോട്ടില് മൊമെന്റോ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതിനൊരു ക്ലോക്ക് ഇവിടെ തൂങ്ങി കിടക്കണ്ടല്ലോ. വെള്ള ബോട്ടിൽ. കേരള മാസപ്പിന്റെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ കേരള മാസപ്പ ഇത് അവരൊരു ഡിസൈനാണ്. അത് ശരി. അത് അവരെ എംബളം, ഇവിടെ എംബളം വരും. സൗത്ത് നോർത്ത് വെസ്റ്റ് ഇതൊരു പിന്നെ ഇത് അവർ തന്ന ഡിസൈനാണ്. അതിൽ ചെയ്ത് കൊടുത്താണ്. നമ്മൾ ഇതൊരു ഫ്ലൈറ്റ്, ഇതൊരു വീടിൻ്റെ ഇത് പ്രവാസികളെ വലിയൊരു സംഘടന നിയമസഭയിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ അവാർഡ് ദാനൊക്കെ. ശരി. ഇത് 750 പീസ് അത് ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മാസം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വർക്ക് അല്ലേ? ഇത് കാട്ടിയല്ലേ? കാട്ടി നമ്മള് കാട്ടുപോത്ത് എന്നൊക്കെ പറയും. കാട്ടിയാണ്. ഇത് തേക്കിലാണോ? തേക്കില്. ഇതൊരു ഗംഭീര സാധനമാണല്ലോ. ഇതിലേക്ക് ഒരു മാനും ഇതിന്റെയാണ് ആ മാനും നമ്മുടെ മ്ലാവ് നേരത്തെ കണ്ടത് അല്ലേ? പിന്നെ വേറെ വലിയൊരു വർക്ക് ഉണ്ട്. 1000 മീനുകളുടെ ഒരു വർക്ക്. അത് നമുക്ക് കാണാം, അവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇതിലും കൊമ്പ് ഫിറ്റ് ചെയ്യാണ്ട്. ഇത് കൊമ്പ് അവരുടെ അടുത്തുണ്ട്. ഒറിജിനൽ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാനുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വേണം കൊമ്പ്. ഓക്കെ. ഇത് ഏകദേശം എത്ര ദിവസം എടുത്തു ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ? ശരിക്ക് ഒരു മാസത്തിലേറെ വരും. ഒരു മാസത്തിലേറെ ഈ ഒരു രൂപം അല്ലേ? ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനത്തെ വർക്ക് ഒരൊറ്റ ടൈമിൽ അവന് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അതിങ്ങനെ കുറച്ച് ചെയ്ത് അപ്പോഴാണ് നമുക്ക് ഓരോന്നും ഇങ്ങനെ വരിക. അതിനൊരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പൊ നമ്മളിത് കറക്റ്റ് ഒരു പണി പറഞ്ഞിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു മാസം എന്തായാലും ഇതിന് കാണും. നിലമ്പൂർ തേക്കിൽ തീർത്ത കാട്ടുപോത്ത് അല്ലേ? കാട്ടി. ഇതിൽ പോളിഷിനി ബാക്കിയുണ്ട് കേട്ടോ. ഇത് ഫിനിഷ് അല്ല. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത മെയിൻ ഐറ്റം അല്ലേ? വേറൊരു ഐറ്റം ഉണ്ട്. വാവ്. ഇതാണ് നമ്മുടെ 1000 മീനുകൾ. 1000 പറഞ്ഞെങ്കിലും 1000ന്റെ പുറത്ത് വരുന്നു. 1000ന്റെ പുറത്തുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് 13 തരം മരമുണ്ട്. ഇതൊന്നും പെയിന്റിങ് അല്ല. കളറ്, ഈ കളറ് കാണുന്നൊക്കെ ഇതിന്റെ ഒറിജിനൽ കളറുകൾ. ഒറിജിനൽ, അതായത് ഇതിലിപ്പോ ഇത് തൃക്കടമ്പാണ്, അകില്, കുമിള്, തേക്ക്, വീട്ടി, ഇത് ഇരുള്, മഞ്ഞക്കടമ്പ്, വാഗ, അങ്ങനെ 13 തരം മരം. 13 തരം മരം. അതാണ് 13 കളറ്. ഇതിൽ വേറെ കളറൊന്നുമില്ല. ഇല്ല. ഇതിൽ പെയിന്റിങ് ഇല്ല. ഫുള്ളി പോളിഷ്. ഈ പാർട്ടിനോട് നമ്മൾ ഇതിന്റെ ചെറുത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം 5 അടി വീതിയും 3 അടി ഹൈറ്റിലും. ഇതിപ്പോ എത്ര അടി? ഇതൊരു 8 അടി. 8 അടി ഹൈറ്റ് വീതിയും 6 അടി ഹൈറ്റ്. നമ്മൾ ആദ്യം ചെയ്യാം. ചെറുത് ഞാൻ ഇതിന്റെ മുമ്പ് 2-3 ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഇത്ര വലുതാവുമ്പോ ഒരു 600-700 മീൻ അത്രയാണ് ഉദ്ദേശിച്ചത്. ഇത് ചെയ്തു നോക്കുമ്പോ 1000ന്റെ പുറത്ത് വന്നു. 1000ന്റെ പുറത്ത് പറഞ്ഞാൽ 1100 ആയിട്ടില്ല, 1000ന്റെ പുറത്ത് മീനായി. ഇത് ഒരു സ്റ്റെയർ കേസിന്റെ ഒരു ചുമര് മൊത്തം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ ഈ ആവശ്യമുള്ള സാധനം ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഒരു സംഭവം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അയാൾ മനസ്സിലൊരു ഒരു സാധനം ഉണ്ട്, അപ്പൊ നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞു തന്നാൽ മതി. ഒരു ഐഡിയ പറഞ്ഞു നമ്മൾ അതിന്റെ ഒരു മോഡൽ അയച്ചു കൊടുക്കും. കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടും മനസ്സിൽ എന്താണെന്നുള്ളൊരു കിട്ടും. അവരെ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടി. അതൊരു വലിയ ഭാഗ്യമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ചിലത് നമ്മൾ ചെയ്തു തരുമ്പോ ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു എന്ന് പറയാന്നല്ലാതെ ഇത് ഞാൻ ഉദ്ദേശിച്ച അത്ര ആയില്ല എന്നുള്ളൊരു ലെവല് വന്നിട്ടില്ല. ഇതൊരു കട്ടിലല്ലേ? ഇതാണ് ഇപ്പൊ ഇതിൽ വലിയൊരു വർക്ക്. ഇപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ പെന്ന് കൊണ്ട് കളറാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? ഇതെല്ലാം ഗ്രൂ അടിച്ചിട്ട് അതിൽ വീട്ടി ഇറക്കിയതാ. വീട്ടി മരമാണ്. ഈ ചെറിയ വര പോലും മരമാണ്. ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് മരമാണ്. ഇപ്പൊ ഈ ഇത് കണ്ടില്ലേ? ഈ ഒരു ഇത് നമ്മൾ അതിലെ വാള് വെച്ച് ഒരു ഗ്രൂ ആക്കി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മരത്തിന്റെ പീസ് ഇറക്കിയിട്ടാണ് കളർ വന്നത്, അല്ലാതെ പെയിന്റിംഗ് അല്ല. ഇതിൽ വന്നിട്ട് ഒരു 5-6 ഐറ്റം, അതിൽ ഒരു മരത്തിൽ തന്നെ 2-3 ഐറ്റം വരുന്നുണ്ട്. ഇതും പ്ലാവാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ടോ? ഇതും പ്ലാവ്, ഇതും പ്ലാവ്, ഇതും പ്ലാവ്, 3 തരം പ്ലാവ്. ഇനി വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ വീട്ടിയല്ല, ഈ വീട്ടിൻ്റെ കളർ. അതുപോലെ തേക്കുണ്ട്. ഇത് തേക്കാണ്, ഇത് തേക്കാണ്, ഇതും തേക്കാണ്. ഈ 3 തേക്ക് 3 ഐറ്റം ഉണ്ട്.
ഓ അതെങ്ങനെ ഈ 3 കളർ തേക്കിന് അങ്ങനെ വരും. ഇതും തേക്കാണ്. അത് ശരി. ഇതും തേക്കാണ്. പോളിഷ് ചെയ്യുമ്പോൾ മാറുന്നതാണോ? അല്ല, മരം തന്നെ നമ്മൾക്ക് നല്ല ഗ്രെയിൻസ് കൂടുന്നതിനനുസരിച്ച്. ഇപ്പോൾ ഈ കളർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മരത്തിന്റെ ഉള്ളിൽ നമ്മളൊരു പൊത്തൊക്കെ കാണൂലേ, ഈ ആ പൊത്തുള്ള മരം നമുക്ക് എടുക്കാൻ പറ്റി അതായിരിക്കും ഏറ്റവും കളറുള്ള മരം. അത് ശരി. നമ്മൾ പൊത്തുണ്ട് അത് ഒഴിവാക്കാനാണ് നോക്കുക. ഉള്ളിൽ ആ പൊത്തുള്ള മരം എടുത്തു കഴിഞ്ഞാൽ ആ മരത്തിന്റെ ഇത് സൈസാക്കി കഴിയുമ്പോൾ അതിനായിരിക്കും ഏറ്റവും ഭംഗി എന്ന് പറയുമ്പോൾ അതാ ഈ ഭയങ്കര ഈ ഒരു കളർക്കൊക്കെ വരും. ഞാനധികം അങ്ങനെയുള്ള മരങ്ങൾ എടുക്കുക. എടുത്തു വരുമ്പോൾ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടല്ല വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മളോട് പറയുന്നത് കളർ കയറ്റിയാണെന്ന് പറയും. അതാണ് മരത്തിന് ഒരുപാട്. ഇപ്പം ഇത് പറയുമ്പോൾ ഇതതിൻ്റെ ഇളയ ഭാഗമാണ്. ഈ തേക്കിന്റെ ഇളയ ഭാഗം നമ്മൾ ഇത്രയൊക്കെ വണ്ണം കുറഞ്ഞത് അത് കടഞ്ഞെടുത്ത ഇത് ഏറ്റവും കാതലായിട്ട് പഴക്കം ചെന്ന് ഉള്ളിൽ ഞാനീ പറഞ്ഞ കൽക്കുത്ത് കുടുങ്ങിയ മരത്തിന്റെയാണ് ഇതിന്റെ വരുന്നത്. ഭയങ്കര കളർ മാറ്റം വരും. അപ്പൊ ഇത് അതുപോലെ ഒരു പൂജക്ക് ഇരിക്കാനുള്ള പലകയാണ്. ഇത് എല്ലാരും പലകയിലാണ് ചെയ്യല്. ഞാൻ മരം വട്ടം കട്ട് ചെയ്തിട്ട് അങ്ങനെ ആകുമ്പോ ഈ ഗ്രെയിൻസ് ഇങ്ങനെ കിട്ടും. ഇപ്പം ഇതൊക്കെ ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ ഇത്തരം ക്ലോക്കൊക്കെ കൊടുക്കുമ്പോഴേ ഇതൊക്കെ എത്ര ചിലവ് വരും? ഇങ്ങനത്തെ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തേക്കല്ലത്? ഇത് ഒരു 5 റുപ്യ ആ ലെവലൊക്കെ വരും. 5 റുപ്യ. പക്ഷേ ഇതേ സെയിം സാധനം ഫൈബറിൻ്റെത് ഒരു 1500-1600 റുപ്യക്ക് കിട്ടും. അത് കിട്ടും. അല്ല ഇത് മരമല്ല തേക്കാളോ ഒന്നും. ഇതിപ്പോ ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ഒന്ന് പേപ്പർ ഇട്ടൊന്ന് പോളിഷ് ചെയ്താൽ പുതിയതായി. അതെ. അടുത്ത തലമുറക്കും ക്ലോക്ക് ആയിട്ട് തന്നെ ഉപയോഗിക്കും. മെഷീൻ മാറി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന മെഷീൻ 2 വർഷം വാറണ്ടി ഉള്ള മെഷീനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ലോകം അല്ലേ? ഇവിടെ പണിക്കാർ ഉണ്ടല്ലേ? മക്കളൊക്കെ സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. വലിയ ആള് ഇപ്പോ ഓട്ടോമൊബൈലിംഗ് കഴിഞ്ഞാണ്. ആള് ഇതുപോലൊരു ഭ്രാന്തുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഓടി പോയില്ല. ഇതിന്റെ കൂടെ തന്നെയാണ്. പോലീസ് സെക്ഷൻ കംപ്ലീറ്റ് ആണല്ലോ. പിന്നെ രണ്ടാമത്തെ ആള് പഠിക്കാണ്, കൂടലൂരാണ്. അല്ലപ്പോ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പിന്നെ എപ്പോഴാ ഇവിടെ വരുന്ന വെച്ചാൽ അടുത്ത ടൈമിൽ നമ്മളൊപ്പം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക, വിജാഖാനെ വിളിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ, മുള മുതൽ തേക്ക് വരെ അങ്ങനെ തന്നെ പറയാം, എന്ത് വേണോ പറഞ്ഞോ ഉണ്ടാക്കി തരും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനെ ഇത് കാണാനും ഇവിടെ വരാനും സംസാരിക്കാനൊക്കെ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ.